ഹലോ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം കേട്ടോ. രാവിലെ എനിക്കപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ചെറുപയറും കോഫിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തരാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ സാധനം അരിയാൻ വേണ്ടിയിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. എത്ര പീസായിട്ട് ഇതിരിക്കണത്, ഓരോരോ എല്ലി പോലെ. അരിയാൻ മാത്രമല്ല കേട്ടോ, ഈ സാധനം കഴിക്കാൻ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഡ്രയറിലേക്ക് തുണികളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് തൊട്ടേ എനിക്ക് കുക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിട്ടോ. ആരും എന്നെ കുത്തി ചെയ്യിക്കണതല്ല, എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിട്ട് ഞാൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിലാദ്യം കടുകിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കൂടിപ്പോയെന്ന്. പക്ഷേ കുഴപ്പമില്ല, എല്ലാം കൂടി ഇട്ട് വന്നപ്പോൾ കറക്റ്റായി. രാവിലെ ഉണ്ടാക്കിയ പുട്ടിൻ്റെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ മീൻകറിയുടെയും ചട്ടിയും കലമൊക്കെ ആട്ടോ അപ്പുറത്ത് ഞാൻ ഈ വോയിസ് അടിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചീവീട് കറിയാണ് കേൾക്കണ്ടോ? എനിക്ക് നന്നായിട്ട് കേൾക്കണ്ട. ലോകം നമ്മുടെ മാത്രമല്ലല്ലോ, അവരുടെയും കൂടെ അല്ലേ. അവരുടെയും ചോദിച്ച് ഏറ്റവും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ സെയിം സാധനമാണ് എല്ലാവരും ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഓരോ ആൾക്കാരുണ്ടാക്കുന്നത് പല ടേസ്റ്റിലായിരിക്കും ഇവിടെ. അല്ലേ, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മളവർ പറഞ്ഞു തന്നതുപോലെ തന്നെ മെഷർമെൻറ്റ്സും എല്ലാം എടുത്ത് അതേ സെയിം സമയത്ത് ഉണ്ടാക്കിയാലും അത് വേറെ ടേസ്റ്റ് തന്നെയായി പോകും. ഒരാൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് അത് അയാൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളത്. നമ്മൾ എത്ര തലത്തിന്നാലും അതേപോലെ ഒന്നും ആവില്ല. ഞാൻ എത്രയോ തവണ എൻ്റെ അമ്മമ്മയുടെ ഓരോ റെസിപ്പീസ് അതേപോലെ തന്നെ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഒരിക്കലും അതേപോലെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഓരോ സാധനം കട്ട് ചെയ്യണതിൻ്റെ വലിപ്പം, എത്ര സമയം നമ്മളത് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാം എൻ്റെ ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് അതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം അച്ഛൻ്റെ കൂടെ പോയി എന്നിട്ട് ന്യൂസാണ് കേട്ടോ ചെയ്തത്. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുഴ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.